വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി സ്നേഹമുള്ളവരെ, ഏവർക്കും വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. നമുക്കൊരുമിച്ച് നമ്മളായിരിക്കുന്നിടത്ത് ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനും ഉണ്ടെന്ന് അരുളിച്ചത് ഈശോയെ, പരിശുദ്ധ കുർബാനയായി വചനമായി ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ആനന്ദം ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അവിടുത്തെ കൃപയുടെ നിറവ് ഞങ്ങൾ അനുഭവിക്കട്ടെ. അവിടുത്തെ ശക്തി ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. ആത്മാവും ജീവനുമായ വചനം ഞങ്ങൾക്കൊരു പുതുജീവൻ നൽകട്ടെ. ഞങ്ങളുടെ ആത്മാവിൽ നവചൈതന്യം വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ശരീരത്തിലേക്ക് സൗഖ്യത്തിൻ്റെ ശക്തിയായി വചനം കടന്നു വരട്ടെ. ഞങ്ങളുടെ മനസ്സുകളെ നവീകരിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഞങ്ങളിലേക്ക് ദൈവകൃപ, ദൈവാനുഗ്രഹം സമൃദ്ധമായി കൃപയായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ രോഗങ്ങൾ സുഖമാകാൻ, നിൻ്റെ നാമത്തിൽ പൈശാചിക ശക്തികൾ നിർവീര്യമാകാൻ, നിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ശുശ്രൂഷ നീ കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവമേ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ദൈവമേ, നിൻ്റെ മഹത്വം പ്രകടമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ സ്ലീഹന്മാരോടും മറ്റെല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. സ്വർഗീയ സൈന്യത്തിൻ്റെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് തരണമേ. മലാഖമാരുടെ അഭിഷേകം ഞങ്ങൾക്ക് പകരണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, മാമോദീസായിലൂടെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന, തൈലാഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ധീരപടയാളികളായി തീർന്ന, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലൂടെ ഈശോയെ എപ്പോഴും ഹൃദയത്തിൽ സമൂഹിക്കുന്ന നമുക്ക് ഈ വിധ കൃപകളുടെ നിറവ് അനുഭവിക്കുവാനും അതിനനുസരിച്ചുള്ള വിശ്വാസ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും സാധിക്കുന്നുണ്ടോ എന്നതാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. വിശ്വാസം, അതിൻ്റെ ഫലം എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട്? വിശ്വാസത്തിന് ഫലമുളവാകാൻ കൃപ ചൊരിയണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവിക പുണ്യങ്ങളാണ് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. വിശ്വാസത്തിൻ്റെ നിറവിലാണ് പ്രത്യാശ ഉണ്ടാവുന്നത്. പ്രത്യാശയും വിശ്വാസവും ആഴപ്പെടുന്നിടത്താണ് സ്നേഹത്തിൽ ഇത് പ്രവർത്തന നിരതമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അപ്പോൾ നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കും? വിശ്വാസത്തിൻ്റെ പല ലെവലുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത്
താത്വികമായ വിശ്വാസമാണ് ഡോഗ്മാറ്റിക് ഫെയ്ത്ത്. നമ്മൾ വിശ്വാസ പ്രബോധനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഈശോയെക്കുറിച്ചുള്ള അറിവുകൾ ആർജിച്ചിട്ടുണ്ട്, ഈശോയെ പറ്റി പഠിച്ചിട്ടുണ്ട്, വചനം പഠിച്ചിട്ടുണ്ട്, സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പഠിച്ചിട്ടുണ്ട്, മതബോധന ഗ്രന്ഥം പഠിച്ചിട്ടുണ്ട്, പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളുണ്ട്. ദൈവം സർവശക്തനാണെന്നും സർവാധിപനാണെന്നും അനന്ത നന്മ സ്വരൂപിയാണെന്നും സ്നേഹമാണെന്നും സകലത്തിൻ്റെയും ആദികാരണമാണെന്നും അവൻ്റെ മുമ്പിലൊന്നും അറിഞ്ഞിരിക്കുന്നില്ല എന്നും ഒക്കെയുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസികൾ തന്നെയാണ്. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ അത് അതിനാൽ തന്നെ നല്ലതാണെങ്കിലും അതിൽ വിശ്വാസത്തിൻ്റെ വളർച്ചയില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കണമെന്നില്ല. ഒന്നാമത്തെ തലം മാത്രമാണത്. ദൈവം ഏകനാണെന്നുള്ള ബോധ്യം പിശാചുക്കൾക്കുമുണ്ട് എന്ന് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനം പറയുന്നുണ്ട്. അവ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ഈ ബോധ്യമുണ്ട് പിശാചിനും. ഇന്നുള്ള വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും നല്ല ബോധ്യങ്ങളുള്ളവരാണ്. പക്ഷേ ഈ ബോധ്യങ്ങളെ വളർത്താൻ, അതിനെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്താൻ കഴിയാത്തവരായി പോകുന്നു എന്നതാണ് വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മളിന്ന് ധ്യാനിക്കുന്നത് ഈ താത്വികമായ വിശ്വാസത്തിൽ ഒരു പടി കൂടെ കയറുന്ന രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് അനുഭവ തലത്തിലുള്ള വിശ്വാസമാണ്. എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എണ്ണമറ്റ അനുഭവങ്ങളുണ്ട്. ദൈവം ഇന്നും ജീവിക്കുന്നവനാണെന്ന് ബോധ്യപ്പെടുത്തി തന്ന അനുഭവങ്ങൾ. വിളിച്ചാൽ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം, വിളിച്ചപേക്ഷിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ദൈവം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിട്ടുള്ള അനുഭവങ്ങളില്ലേ. നമുക്ക് രോഗങ്ങൾ കൊണ്ട് നമ്മൾ വലഞ്ഞപ്പോൾ കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം കിട്ടിയത്, കടബാധ്യതയാൽ വലഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ ദൈവിക ഇടപെടലിൽ ആ കുറവുകളൊക്കെ പരിഹരിക്കപ്പെട്ടത്, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണ കടന്നു വന്നപ്പോൾ വീട് ഉണ്ടായി, ജോലി കിട്ടി, സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെട്ടു, മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിച്ചു, വിവാഹ തടസ്സങ്ങൾ മാറി, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതലുണ്ടായി. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാ. നമ്മളൊക്കെ ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലും പങ്കെടുക്കുമ്പോൾ എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങൾ, അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തെ തലമാണ്. ഖനായിലെ കല്യാണ വീട്ടിൽ ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച ആദ്യത്തെ അടയാളം വെള്ളം വീഞ്ഞാക്കിയപ്പോൾ വചനം പറയുകയാണ്, അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനുഭവത്തിൽ നിന്ന് അവർ വിശ്വസിച്ചു. രോഗികളെ സുഖപ്പെടുത്തുന്നത് കണ്ടപ്പോൾ, പിശാച് ബാധയിൽ നിന്ന് ആളുകൾക്ക് വിടുതൽ ലഭിക്കുന്നത് കണ്ടപ്പോൾ, തളർവാദ രോഗികൾ കിടക്കയോടെ നടക്കുന്നത് കണ്ടപ്പോൾ, കുഷ്ഠരോഗികൾ ശുദ്ധി വരുന്നത് കണ്ടപ്പോൾ, മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിക്കുകയായിരുന്നു. അനുഭവങ്ങളാണ്. ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് യോഹന്നാൻ ശ്ലീഹ കുറിച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബോധ്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയാണ്. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ട്, താത്വികമായ ബോധ്യം. എന്നാൽ ഈ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത്, അതിന് ശേഷമുള്ള സമയങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തെ ഞാൻ അനുഭവിച്ചു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ആ സ്നേഹം രുചിച്ചറിഞ്ഞ് അതിൻ്റെ രുചി അനുഭവിച്ച് ആ അനുഭവം പങ്കുവയ്ക്കുന്നൊരു കൃപയുടെ നിറവ് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നുണ്ട്.
കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ സംഭവം. മരണത്തോട് മല്ലിട്ട അവസ്ഥയിൽ നിന്ന് കർത്താവ് പുതുജീവൻ കൊടുത്ത് എത്ര പേരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. നമുക്കറിയാവുന്നവര്, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളവര്, ഒരുപക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ അല്പം കൂടി ഒന്ന് തിളക്കമുള്ളതാക്കി മാറ്റിയില്ലേ? അതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസ വളർച്ച. വെറും തത്വത്തിലല്ല, ജീവിക്കുന്ന അപ്പനെ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമായ മിശിഹായെ കർത്താവും രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്ന, അവിടുത്തെ വചനത്തിലൂടെ അവിടുത്തെ ശക്തി സ്വീകരിക്കുന്ന അനുഭവത്തിൻ്റെ നീണ്ട കഥകൾ നിറഞ്ഞൊരു ജീവിതം. ഇത് വിശ്വാസത്തിൻ്റെ വളർച്ച. രണ്ടാമത്തെ തലം അനുഭവ തലത്തിലുള്ള വിശ്വാസം, അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന വിശ്വാസം. അവിടം കൊണ്ട് തീരരുത് നമ്മുടെ വിശ്വാസം. ഇന്ന് കൂടുതൽ പേരും ഇവിടം കൊണ്ട് സംതൃപ്തരാണ്. പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ കിട്ടിയാൽ മതി, സന്തോഷം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സായൂജ്യമടയ്ക്കുക. എന്നാൽ വിശ്വാസത്തിൻ്റെ ഫലമുണ്ടാവുന്നത് അടുത്ത രണ്ട് തലങ്ങളിൽ കൂടി നമ്മൾ വളരുമ്പോഴാണ്. മൂന്നാമത്തെ തലമെന്ന് പറയുന്നത് താത്വികമായ വിശ്വാസം, അനുഭവതല വിശ്വാസം. അതിന് മുകളിൽ ക്രിയാത്മകമായ വിശ്വാസം, ക്രിയേറ്റീവ് ഫെയ്ത്ത്. ശൂന്യതയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ വിശ്വാസം. എന്താണ്? പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന ബോധ്യത്തിൽ ദൈവത്തിൻ്റെ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നൊരു വിശ്വാസം. എന്നാൽ ദൈവം മൗനം പാലിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തെ വളർത്താനും ദൈവം തരുന്ന വലിയ റിസൾട്ട് സ്വീകരിക്കുവാൻ നമ്മളെ ഒരുക്കാനുമുള്ളൊരു സമയമാണ്. വിശുദ്ധ അഗസ്റ്റിന് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചപ്പോൾ നീണ്ട 16 വർഷത്തിലധികം ആ അമ്മ കാത്തിരുന്നു. സ്ഥിരതയോടെ ഇളകിയപ്പോൾ ബലപ്പെടുത്തി. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ അന്വേഷിച്ച് നടക്കുന്ന സാത്താൻ ഈ വിശ്വാസത്തെ ഇളക്കാനായിട്ടുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ ആ വിശ്വാസത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറുത്തു നിന്നു. അങ്ങനെ അഗസ്റ്റിൻ എന്ന മകനുണ്ടായ മാനസാന്തരം വെറും ഒരു മാനസാന്തരമല്ല, മറിച്ചൊരു സഭയ്ക്ക് മെത്രാനെ നൽകിയ മാനസാന്തരം, സഭയ്ക്ക് ഒരു പ്രബോധകനായ ഡോക്ടറെ നൽകിയ, ദൈവശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഭയുടെ വിശ്വാസത്തെ രൂഢമൂലമാക്കിയ ഒരു മഹാവിശുദ്ധനെ നൽകിയ റിസൾട്ടായിരുന്നു അവിടെ. അതിനുവേണ്ടിയാണ് ആ അമ്മ കാത്തിരിക്കേണ്ടി വന്നത്. സുവിശേഷങ്ങളിൽ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ ലാസർ രോഗബാധിതനായ ആ സാഹചര്യത്തിൽ പെങ്ങന്മാര് ഈശോയുടെ അടുക്കലേക്ക് ആളെ അയച്ചു. നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഈശോ അത് കേട്ടു. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കേണ്ടതിനുമാണ് എന്നതായിരുന്നു യേശുവിൻ്റെ പ്രതികരണം. ഈ മഹത്വം എത്രത്തോളം ഉന്നതമായ മഹത്വമാകണമെന്നാണ് ആ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഉടനടി യേശു പോയി ലാസറിനെ സുഖപ്പെടുത്തിയിരുന്നെങ്കിൽ രോഗിയെ സുഖപ്പെടുത്തി എന്നതായിരിക്കും റിസൾട്ട്. എന്നാൽ ഈശോ 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബഥാനിയയിലെത്തിയത്. മൃതസംസ്കാരം കഴിഞ്ഞു. 4 ദിവസമായി ദുർഗന്ധം വമിക്കും
എന്ന ചിന്ത പെങ്ങന്മാർക്ക് പോലും ഉണ്ടായ സമയത്ത് ഈശോ അവരോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. എന്നിട്ട് ഈശോ തൻ്റെ വചനത്താൽ, ലാസറെ പുറത്തു വരിക എന്ന വചനത്താൽ അവന് പുതുജീവൻ കൊടുത്തു. റിസൾട്ട്, 4 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന റിസൾട്ട് ആദ്യം ഉണ്ടാകാമായിരുന്ന റിസൾട്ടിനേക്കാൾ മഹത്വമുള്ള റിസൾട്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് കാത്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത. ആ കാത്തിരിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം തെളിയിക്കുന്നത്. കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും അവനെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ, അവൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ, അവൻ്റെ ഇഷ്ടം നിറവേറാൻ ആഗ്രഹിക്കാൻ, അതിന് ക്രിയാത്മക വിശ്വാസം വേണം. എനിക്ക് പരിചിതമായ യുവദമ്പതിമാരുടെ ഒരു കുടുംബം, വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി, ഇതുവരെയും മക്കളില്ല. നല്ല പ്രാർത്ഥന അനുഭവമുള്ളവരാണ്. പ്രാർത്ഥനയിൽ ആഴപ്പെട്ടു, ചികിത്സകളെ അവലംബിച്ചു, വിദേശത്തു നിന്ന് ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് ചികിത്സാ വിധികൾ ഒന്നൊന്നായി പരീക്ഷിച്ചു. എല്ലാം പരാജയമടഞ്ഞു. അവസാനത്തെ ട്രീറ്റ്മെൻറ്റും പരാജയപ്പെട്ട, പ്രതീക്ഷകളെല്ലാം അവസാനിച്ച ദിവസം അവർ ഫോൺ ചെയ്തപ്പോൾ അവരുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ പറഞ്ഞ ഒരു വാചകം എന്നെ ഏറെ സ്പർശിച്ചു. അവർ പറയുകയാണ്, ഈശോയ്ക്കറിയാം എന്തെല്ലാം തിക്താനുഭവങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ഈശോയെ തള്ളിപ്പറയില്ല എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. എത്രയോ പേര് പ്രാർത്ഥിച്ചിട്ട് ഈശോ ഉത്തരം കൊടുക്കണുണ്ട്, എന്ത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന ചോദ്യമായിട്ട് അവർ നിൽക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യം, ഈ അവസ്ഥയിലും ഞങ്ങൾ ഈശോയെ വിട്ടുപോവില്ലെന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിയാത്മക വിശ്വാസം. ഈ വിശ്വാസത്തിലേക്ക് നമ്മളിൽ എത്ര പേര് വളർന്നിട്ടുണ്ടെന്നാണ് ആത്മശോധന ചെയ്യേണ്ടത്. പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടി, ഞാൻ വിശ്വസിച്ചു, ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ. അതല്ല, ഉത്തരം കിട്ടാത്തപ്പോഴും ദൈവമേ നിന്റെ സമയത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്, നിന്റെ ഇഷ്ടം നടക്കട്ടെ, നിന്റെ നാമം മഹത്വപ്പെടട്ടെ, നിന്റെ വലിയ മഹത്വത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, നിന്റെ വലിയ റിസൾട്ടിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന പാഴായി പോവില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഞാൻ എൻ്റെ താത്വികമായ വിശ്വാസവും എൻ്റെ അനുഭവതല വിശ്വാസവും എനിക്ക് അടിത്തറയായി നിലകൊള്ളുന്നുണ്ട്. ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് നിന്റെ സ്നേഹത്തെ. നീ എന്നെ തള്ളിക്കളയില്ല. നിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാൻ നീ ആവശ്യപ്പെടുന്നതാണ് എന്ന ബോധ്യത്തോടെ നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും. ഈ ഒരു അഭിഷേകമാണ് വിശ്വാസത്തിൻ്റെ 3ാമത്തെ തലം. ഇതിൻ്റെ 4ാമത്തെ തലം രക്തസാക്ഷികളും വിശുദ്ധരും നമുക്ക് മാതൃകയാക്കി തരുന്ന തലമാണ്. എന്താണത്? രക്ഷാകരമായ വിശ്വാസം. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവീകമായൊരു രക്ഷാകര പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കുന്ന, അവന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ കഴിയുന്നൊരു വിശ്വാസം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം 23-24 അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? അപ്പോൾ യേശുവിനെ കുറിച്ചോ അവൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിക്കാതെ
എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം എനിക്ക് ഒരുക്കിയ വഴിയാണിതെന്ന് ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ച് ബോധപൂർവം മനസ്സിലാക്കുന്ന ഒരു അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊരഭിഷേകമാണ്. ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന, സ്വന്തം ജീവനേക്കാൾ ഈശോയെ സ്നേഹിക്കുന്ന, സ്വന്തം ജീവൻ ഈശോയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്ന. മക്കബായക്കാരുടെ 2-ാം പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. സവിശേഷമായ പ്രശംസയും സംപൂജ്യമായ സ്മരണയും അർഹിക്കുന്നൊരു അമ്മ. ഒരു ദിവസം തന്നെ 6 മക്കളും വധിക്കപ്പെട്ടപ്പോൾ ഓരോ മക്കളെയും അവളെ ധൈര്യപ്പെടുത്തി, മക്കളെ, നിങ്ങളെങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ജീവനും ശ്വാസവും തന്ന ഞാനല്ല, പ്രപഞ്ച സ്രഷ്ടാവായ ദൈവമാണ്. ആ ദൈവത്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവനെ തന്നെ മറക്കുന്നതിനാൽ അവൻ ഇത് തിരിച്ചു തരും, നിങ്ങളെ എനിക്ക് തിരിച്ചു കിട്ടും. നിത്യജീവന് വേണ്ടി ഈ ലോക ജീവനെ നഷ്ടപ്പെടുത്തുന്ന ഒരു അഭിഷേകം, സ്വർഗത്തിനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി സകലതും ഏറ്റെടുക്കുന്ന ഒരു അഭിഷേകം. സ്വർണ്ണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ ശുദ്ധി ചെയ്യപ്പെടുന്നു എന്ന ബോധ്യത്തോടെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണത്തേക്കാൾ തിളക്കമാണ് ഉള്ളതാണ് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസത്തിന്റെ തിളക്കം വർദ്ധിക്കും എൻ്റെ പരീക്ഷണങ്ങളിൽ ഞാൻ പതറാതെ പിടിച്ചു നിൽക്കുമ്പോൾ. ദൈവമേ, എൻ്റെ പരീക്ഷണങ്ങളിൽ തളരാതിരിക്കാൻ നിന്റെ ശക്തി എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. ജീവൻ വെടിഞ്ഞും അവനു വേണ്ടി സമർപ്പിച്ച് അവൻ്റെ നാമത്തിന് മഹത്വം നൽകാൻ തയ്യാറാവണം. ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന ക്രൈസ്തവ മക്കളൊക്കെയും എത്ര ധീരതയോടെയാണ് ഈശോയ്ക്ക് വേണ്ടി മരിച്ചു വീഴുന്നത്. അവരാരും സ്വന്തം ജീവനല്ല വില കൊടുക്കുന്നത്, ആ ജീവനേക്കാൾ നിത്യജീവന് വില കൊടുത്തുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഈശോ ഒരുക്കിത്തരുന്ന സ്വർഗീയ സൗഭാഗ്യത്തിന് വേണ്ടി ഈ ജീവനെ കൊടുക്കുന്നു. രക്തസാക്ഷികൾ, വിശുദ്ധര് നമ്മുടെ മുമ്പിൽ തരുന്ന മാതൃകയതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പരീക്ഷിച്ച് ചോദിച്ചു നോക്കാം, നമ്മുടെ വിശ്വാസം ഇതിൽ ഏത് ലെവലിലാണ്? ആദ്യത്തെ 2 ലെവൽ ചിലപ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കും. ക്രിയാത്മകമായ വിശ്വാസത്തിലേക്കും രക്ഷാകരമായ വിശ്വാസത്തിലേക്കും നമ്മൾ വളർന്നിട്ടുണ്ടോ? ഇന്ന് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു സംഘം തീവ്രവാദികൾ കടന്നു വരുന്നു. തോക്ക് ചൂണ്ടി അല്ലെങ്കിൽ കത്തി കഴുത്തിൽ വെച്ചു. നിന്റെ വിശ്വാസം നീ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നീ മരിക്കണം. ജീവൻ വേണോ വിശ്വാസം വേണോ? ഓപ്ഷൻ എന്തായിരിക്കും നമ്മുടെ തിരഞ്ഞെടുപ്പ്? എനിക്ക് ജീവൻ വേണ്ട, എനിക്ക് എൻ്റെ വിശ്വാസം മതി, ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ജീവൻ വെടിയുന്ന ഒരു രക്തസാക്ഷിയായി മാറാൻ നിനക്ക് കഴിയുമോ? അവിടെയാണ് വിശ്വാസത്തിന്റെ നിറവ്. ലോകം മുഴുവൻ നേടാനല്ല, എനിക്ക് ജീവൻ നേടിത്തന്നവന് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കുന്നൊരു വിശ്വാസം, രക്ഷാകരമായ വിശ്വാസം. ആ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ സമർപ്പിക്കുന്നൊരു വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസത്തിലേക്ക് വളരാൻ പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യട്ടെ. ഈ കേരള സഭയ്ക്ക് ഈ അഭിഷേകം വേണം, ഭാരത സഭയ്ക്ക് ഈ അഭിഷേകം വേണം. ചുറ്റുപാടുകളിലും അക്രമങ്ങളും പീഡനങ്ങളും മതമർദ്ദനങ്ങളും വന്നാലും ധീരതയോടെ ഈശോയ്ക്കായി ഞാൻ ജീവിക്കും. ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഈ ലോകത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ മരണത്തിനോ ഉയരങ്ങൾക്കോ ജീവനോ ആഴത്തിനോ ഒന്നിനും കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപെടുത്താനാവില്ലെന്ന് ഉറപ്പുള്ള ഒരു വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദി, സ്തുതി, ആരാധന, സ്തോത്രം. കർത്താവേ, മഹത്വം
കർത്താവേ, നിന്റെ നാമത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വെറും തത്വത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ അനുഭവങ്ങളിൽ മാത്രമല്ല, ക്രിയാത്മകമായ കാത്തിരിപ്പ് മാത്രമല്ല, നിനക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാകുന്ന, നീ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ ബലി കഴിക്കുന്നൊരു വിശ്വാസത്തിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. രക്തസാക്ഷികളിൽ നിറഞ്ഞ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. തീച്ചൂളയിലും സിംഹക്കുഴിയിലും പൊട്ടക്കിണറിലും കൊളോസ്യത്തിലുമൊക്കെ വന്യമൃഗങ്ങളുടെ മധ്യത്തിലൊക്കെ ധീരതയോടെ ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി മരിച്ച ധീര രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന് വളർന്ന സഭയിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ, ആഴപ്പെടുത്തണമേ, വളർത്തണമേ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ